ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ റിവിഷൻ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിവിഷൻ സീരീസിലെ 3ാമത്തെ ചാപ്റ്ററായ SSLC മാത്സിലെ 3ാമത്തെ ചാപ്റ്ററായ അരിതമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള 2 വീഡിയോകൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കൾ, ഇത് മുൻപത്തെ വീഡിയോ കാണാത്തവർ നിർബന്ധമായും ഈ 2 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് എത്തുക. റെഡിയാണല്ലോ? ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി SSLC എക്സാമിനും അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ടൈപ്പ് 4 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ വളരെ എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ്. ബട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സാമിന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അത്തരം 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? 3, 8, 13 ഈസ് ആൻ അരിതമാറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. എന്നിട്ടോ വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എത്രയാണ്? സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദി 11th ടേം? 11ാം പദം എത്രയാണ്? എടാ, ഇത് ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3, 8, 13 ഒരു സമാന്തര ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഈ ശ്രേണിയുടെ 11ാം പദം കാണുക. ശ്രദ്ധിച്ചേ, ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? എടാ, 3, 8, 13. 3, 8 ആയി, 8, 13 ആയി. എത്രയാണ് കൂടി കൂടി പോകുന്നത്? ഡി. പൊതുവ്യത്യാസം ഡി സമം 3ൽ കൂടെ 5 കൂട്ടിയാലാണ് 8. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ 11ാം പദം കാണുക. സിമ്പിൾ ആണ്. എന്താണ് ഇക്വേഷൻ? x11 11ാം പദം എന്താണ്? x1 പ്ലസ് 10d അല്ലേ? ആദ്യ പദത്തിനോടുകൂടി 10 പൊതുവ്യത്യാസം കൂട്ടണം. x1 എത്രയാണ്? ആദ്യ പദം 3 ആണ്. 3 പ്ലസ് 10 ഇൻറ്റു പൊതുവ്യത്യാസം 5 ആണ്. 3 പ്ലസ് 50 സമം 53. എത്ര പെട്ടെന്നാണ് ഉത്തരം കിട്ടിയത്? വെരി വെരി ഈസി ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിന്റെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിൽ കൂടുതൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നേരിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ. 6th term of an arithmetic sequence is 27 and 16th term is 67. Find the common difference. Find the first term. What is the algebraic form? Find the sum of first 31st terms of the sequence. 31 terms of the sequence. എടാ, ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 27, 16ാം പദം 67. പൊതുവ്യത്യാസം കാണുക. ആദ്യ പദം കാണുക. ബീജഗണിത രൂപം എഴുതുക. ആദ്യത്തെ 31 പദങ്ങളുടെ തുക കാണുക. സിമ്പിൾ ആണ്. എടാ, ഒരു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതാൻ പോവാം. എന്താ തന്നത്? 6th ടേം 6ാം പദം 27 ആണ്. അതായത് x6 6ാം പദം എത്രയാണ്? 27. പിന്നെയോ 16ാം പദം x16 എത്രയാണ്? 67. ഇത് രണ്ടും ചോദ്യത്തിലുണ്ട്. എടാ, ഏതെങ്കിലും 2 പദങ്ങൾ, എവിടെയോ കിടക്കുന്ന 2 പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? പൊതുവ്യത്യാസം ഡി സമം എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അതായത് 67ൽ നിന്നും 27 കുറക്കാം ബൈ 16ൽ നിന്നും 6 കുറക്കാം. സിമ്പിൾ ആണ്. 67ൽ നിന്നും 27 കുറക്കുക, 16ൽ നിന്നും 6 കുറക്കുക. 67 മൈനസ് 27 ബൈ 16 മൈനസ് 6 സമം 67ൽ നിന്നും 27 കുറച്ചാൽ എത്രയാണ്? 40 ബൈ 16ൽ നിന്ന് 6 പോയാൽ 10 ആണ്. 40 ബൈ 10 എത്രയാണ്? 4. അപ്പൊ പൊതുവ്യത്യാസം ആദ്യത്തെ ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം എത്രയാണ് അല്ലെ? പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇതാ പൊതുവ്യത്യാസം ഡി സമം എത്ര കിട്ടി? 4 കിട്ടി. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ആദ്യ പദമാണ് കാണേണ്ടത്. ആദ്യ പദം എന്താണ് കാണേണ്ടത്? ആദ്യ പദം. എടാ, ആദ്യ പദം കാണുന്നത് എങ്ങനെയാണ്? x1 സമം, ഇവിടെ നമുക്ക് 2 ടേം ആണ് തന്നിട്ടുള്ളത്. 6ാം പദവും തന്നിട്ടുണ്ട്, 16ാം പദവും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കാം. 6ാം പദത്തിൽ നിന്നും 5 പൊതുവ്യത്യാസം കുറച്ചാലാണ് എന്ത് കിട്ടുക? 1ാം പദം. 6ാമത്തെ 6th ടേമിൽ നിന്നും 5 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക?
ആദ്യ പദം. ആറാം പദം എത്രയാണ്? 27 മൈനസ് 5 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ് സമം 27 മൈനസ് 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 എത്രയാണ്? 20. 27 നിന്നും 20 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 7. അപ്പൊ x1 മക്കളെ ആദ്യ പദം കിട്ടി. ശ്രദ്ധിച്ചോ, ആദ്യ പദം കിട്ടി. എത്രയാണ് ആദ്യ പദം? 7. ആദ്യ പദം എത്രയാണ്? 7. അങ്ങനെയെങ്കിൽ നമുക്കിനി ഒരു ചോദ്യം കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇനി നമുക്ക് കാണാനുള്ളത് എന്താ? റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത കാണാനുള്ള ഇക്വേഷൻ? Sn സമം dn പ്ലസ് f മൈനസ് d. Sn സമം dn പ്ലസ് f മൈനസ് d. Sn സമം d എന്താണ്? പൊതുവ്യത്യാസമാണ് 4n പ്ലസ് f. ആദ്യ പദം എത്രയാണ്? 7 മൈനസ് d എത്രയാണ്? 4 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു Sn സമം 4n പ്ലസ് 7 നിന്നും 4 പോയാൽ ബാക്കി എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബീജഗണിത രൂപം, ദി ആൾജിബ്രൈക് ഫോം ഓഫ് ദി അരിതമാറ്റിക് സീക്വൻസ്. സെറ്റ് ആണല്ലോ, വളരെ എളുപ്പം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടി 4. ഫസ്റ്റ് ടേം ആദ്യ പദം കിട്ടി 7. ബീജഗണിത രൂപം കിട്ടി എത്രയാണ്? 4n പ്ലസ് 3. റെഡി അല്ലേ? ഇനി ഈ ശ്രേണിയിലെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദി സീക്വൻസ്. 31 പദങ്ങളുടെ തുകയാണ്. 31 പദങ്ങളുടെ തുകയാണ് കാണേണ്ടതെങ്കിൽ ആദ്യം നമുക്ക് 31ാമത്തെ പദം എത്രയാണെന്ന് അറിയണം, അവസാനത്തെ പദം. അപ്പൊ x31 is equal to എന്ന് പറയുന്നത് എത്രയാണ്? x1നോട് 30 പൊതുവ്യത്യാസം കൂട്ടിയതാണ്. x1നോട് 30 പൊതുവ്യത്യാസം. അപ്പൊ x31 is equal to ആദ്യ പദം എത്രയാണ്? 7 ആണ്. 7 പ്ലസ് 30 ഇൻറ്റു 4. x31 സമം 7 പ്ലസ് 30 ഇൻറ്റു 4. 3 4 12 120 ആണ്. x31 is equal to 127. സെറ്റ് ആണല്ലോ. അപ്പൊ 31ാമത്തെ പദം കിട്ടി. എത്രാമത്തെ പദമാണ് കിട്ടിയത് മക്കളെ? 31ാമത്തെ പദമാണ് കിട്ടിയത്. നമുക്ക് 31ാമത്തെ പദമാണോ കാണേണ്ടത്? അല്ല, 31 പദങ്ങളുടെ തുകയാണ്. സം ഓഫ് ഫസ്റ്റ് 31 ടേംസ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ Sn സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. Sn സമം 31 പദങ്ങളുടെ തുകയാണ്. 31/2 ഇൻറ്റു x1 7 ആണ് പ്ലസ് xn അവസാനത്തെ പദം 31ാമത്തെ പദം എത്രയാണ്? 127 ആണ്. അപ്പൊ Sn സമം 31/2 ഇൻറ്റു 7 പ്ലസ് 127 134 ആണ്. അങ്ങനെയെങ്കിൽ Sn സമം 31 ഇൻറ്റു 134 എത്ര 2 ഉണ്ട്? 134 എത്ര 2 ഉണ്ട്? 134ന്റെ പകുതി എത്രയാണ്? 134ന്റെ പകുതി 67 ആണ്. അപ്പൊ Sn സമം 31 ഇൻറ്റു 67 ഒന്ന് ഗുണിച്ചു നോക്കുക, 2077 കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ തുക Sn ആദ്യത്തെ 31 പദങ്ങളുടെ തുക നമുക്ക് കിട്ടി. എത്രയാണ്? 2077. പ്രോസസ്സ് ക്ലിയർ ആണല്ലോ, എല്ലാം സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. കൺസിഡർ ദി അരിതമാറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 14 20. ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്? 25 ഇതിലുണ്ടോ? 25 ഇതിലൊരു പദമാണോ? ചെക്ക് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 144 ഇതിലുണ്ടോ? ദെൻ പ്രൂവ് ദാറ്റ് there are no perfect square. ഇതിലൊരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പൂർണ്ണവർഗങ്ങളും ഇല്ല. എന്താ? 8 14 20 എന്ന സമാന്തര ശ്രേണി. ഈ ശ്രേണിയിൽ 25 ഒരു പദമാണോ? 144 ശ്രേണിയുടെ ഒരു പദമാകുമോ?
ഈ ശ്രേണിയിൽ പൂർണ്ണ വർഗങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുക. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ശ്രേണി ഏതാ? 8, 14, 20 എക്സെട്ര. ആദ്യം നമ്മൾ x1 ആദ്യ പദം എഴുതാണ് 8, പൊതുവ്യത്യാസം എഴുതുകയാണ്. 8 14 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 6. അപ്പൊ ആദ്യ പദം കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ? 25 ഒരു പദമാകുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. 8 കൂടെ 6 കൂട്ടിയാൽ 14, 14ലൂടെ 6 കൂട്ടിയാൽ 20, 20ലൂടെ 6 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 26 ആണ് കിട്ടുക. 25 കിട്ടോ? ഇല്ല. അപ്പൊ 24 ഇതില് 25 ഇതിലൊരു പദമാകുമോ? നോ, ഇല്ല. 24 ഇതിൽ എന്തല്ല? ഒരു പദമല്ല. അങ്ങനെയെങ്കിൽ അടുത്തത് ചെക്ക് ഇഫ് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 144 ഇതിലെ ഒരു പദമാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. n സമം, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ വേണം. ഒരു പദമാണോ? ഇത് എത്രാമത്തെ പദമാണ്, എത്രാമത്തെ ടേം ആണെന്നൊക്കെ പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ xn മൈനസ് x1/d + 1. ദിസ് ഈസ് ഈക്വൽ ടു xn എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ എത്രാമത്തേതാണോ നമ്മൾ നോക്കുന്നത്, അത് ഏതാ? ഇവിടെ 144 മൈനസ് എവിടെ? 144 മൈനസ് x1 എത്രയാണ്? x1 8 ആണ്. ബൈ d പൊതുവ്യത്യാസം എത്രയാണ്? 6 + 1. ദിസ് ഈസ് ഈക്വൽ ടു 144 നിന്നും 8 പോയാൽ എത്രയാണ്? 136/6 + 1. 136ൽ എത്ര 6 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. എടാ എത്ര 6? 60ൽ എത്ര? 20. 60ൽ 10. അപ്പൊ 120ൽ കൃത്യമായിട്ട് പോകും. 136ൽ 6 കൃത്യമായിട്ട് പോകുമോ? നിങ്ങളൊന്ന് നോക്കിയേ. 136ൽ 60ൽ 6 കൃത്യമായിട്ട് പോകും. 120ൽ പോകും 6 കൃത്യമായിട്ട്. പിന്നെ 120 കഴിഞ്ഞാൽ പിന്നെ 16 ബാക്കിയുള്ളത്. 16ൽ 6 കൃത്യമായിട്ട് പോകുമോ? ഇല്ല. കാരണം 6 12 കഴിഞ്ഞാൽ പിന്നെ 18 16ൽ 6 കൃത്യമായിട്ട് പോകില്ല. അതിനർത്ഥം 144 എന്തല്ല? ഒരു പദമല്ല. ചെക്ക് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. നോ, 144 എന്തല്ല? ഒരു പദമല്ല. നോ, ഇതെന്തല്ല? ഒരു പദമല്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് പ്രൂവ് ദാറ്റ് there are no perfect square in the sequence. എന്തല്ല? ഈ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ആദ്യം പൂർണ്ണവർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ ബീജഗണിത രൂപം എന്ന് എഴുതണം. xn സമം ബീജഗണിത രൂപം എന്താ? dn + f - d ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താ? xn സമം dn. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. 6n + f. ആദ്യ പദം 8 ആണ്. 8 - 6. അതായത് xn സമം 6n + 2. ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. xn സമം ഒരു സംഖ്യനെ 6 കൊണ്ട് ഗുണിച്ചു. എടാ ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ അത് ഏതിന്റെ ഗുണിതമായിരിക്കും? 6ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 6 + 2. 6ന്റെ ഗുണിതത്തോട് 2 കൂട്ടിയതാണ് നമ്മുടെ കയ്യിലുള്ള അരിത്തമാറ്റിക് സീക്വൻസ്. ഒന്ന് മാറ്റി എഴുതാൻ. നിങ്ങൾ നോക്കിക്കേ. 6ന്റെ ഗുണിതം 6 ആണ്. 6 കൂടെ 2 കൂട്ടിയാൽ 8 അല്ലെ? 6 കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? 8. 6ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 12. 12ലൂടെ 2 കൂട്ടിയാൽ 14. 6ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 18. അതിലൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? 20. അപ്പൊ ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. മൾട്ടിപ്പിൾ ഓഫ് 6. 6ന്റെ ഗുണിതത്തോട് 2 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ശ്രേണിയിലെ ഓരോ പദങ്ങൾ കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ. നമുക്ക് കാണേണ്ടത് ഇതിന്റെയൊക്കെ വർഗങ്ങൾ, സ്ക്വയറുകൾ ഇതിലുണ്ടോ എന്നാണ്. പൂർണ്ണവർഗങ്ങൾ ഇതിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? xnന്റെ സ്ക്വയർ ഇതിലുണ്ടോ നോക്കാം. xn സ്ക്വയർ എന്താണ്? xn സ്ക്വയർ rn ഹോൾ സ്ക്വയർ പ്ലസ് xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? rn + 2 ഹോൾ സ്ക്വയർ ആണ്. rn + 2 ഹോൾ സ്ക്വയർ. അതായത് xn സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് ഏത് രൂപത്തിലാ? a + b ദി ഹോൾ സ്ക്വയർ. എന്താ a + b ദി ഹോൾ സ്ക്വയർ? a സ്ക്വയർ + 2ab + b സ്ക്വയർ. എന്താണ്? a സ്ക്വയർ rn സ്ക്വയർ + 2 × a rn × b എത്രയാണ്? 2 + b സ്ക്വയർ.
അതായത് എക്സ് എന്നിന്റെ സ്ക്വയർ സമം 6n². 6n² എന്ന് പറഞ്ഞാൽ 36n² പ്ലസ് 2 × 2 4 അല്ലെ, 2 × 2 4, 4 × 6 24n പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ് 4. xn² മക്കളെ ഒന്ന് നോക്കിക്കേ, 36ലും 24ലും കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാണ്? 6 ആണ്. 6 ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 6 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 6n² പ്ലസ് 24ൽ നിന്നും 6 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 4n പ്ലസ് 4 അല്ലെ. അത് വേറെ രീതിയിലാണ് നമ്മൾ വെച്ചത്. ദിസ് ഈസ് ഈക്വൽ ടു 6 അല്ലെ. എടാ ഒന്ന് നോക്കിക്കേ, ഏതോ ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചു. ഇത് കുറച്ച് വലുതാന്നുള്ളൂ. ഏതോ ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. പ്ലസ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 4. അപ്പൊ xn² എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 6 പ്ലസ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6 പ്ലസ് 4 അത് നമ്മൾ ഒരു കോളത്തിലാക്കി വെക്കും. കോളം വേണ്ട, അതിന് മാത്രം സ്ഥലം അവിടെ ഇല്ല അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 6 പ്ലസ് 4. ഇവിടെ നോക്കിക്കേ, ഇവിടെ 6ന്റെ ഗുണിതത്തോട് 2 കൂട്ടിയാലാണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ 6ന്റെ ഗുണിതത്തോട് എത്ര കൂട്ടണം? 4 കൂട്ടേണ്ടി വരും. 6ന്റെ ഏതോ ഒരു ഗുണിതത്തോട് 4 കൂട്ടേണ്ടി വരും. ഇത് രണ്ടും സെയിം ആണോ? അല്ല. ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇതിലൊന്നും എന്തില്ല? നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇതൊന്നിലും എന്തില്ല? പൂർണ്ണവർഗങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താ? 14, 23, 32 എന്ന സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്തുകൊണ്ട്? ശ്രേണിയുടെ 15ാം പദം കണ്ടെത്തുക. എത്രാമത്തെ പദമാണ് 230? 14, 23, 32 is an arithmetic sequence. Is the difference between any two terms is 108. Why? Find the 15th term. What is the position of 230 in the sequence? വളരെ എളുപ്പത്തിൽ കാണാം. ആദ്യം നമ്മൾ സീക്വൻസ് എന്ന് എഴുതാം. ശ്രേണി എത്രയാ? 14, 23, 32. 14, 23, 32. എന്നിട്ടോ ആദ്യം x1 എത്രയാണ് നോക്കാം. x1 ആദ്യം അത് എത്രയാണ് നോക്കാം. ആദ്യം അത് എത്രയാണ്? 14. ഡി പൊതുവ്യത്യാസം 14, 23 ആയി, 23, 32 ആയി. എത്രയാണ് കൂടി പോകുന്നത്? 9 ആണ്. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? 108 ഇതിലുണ്ടോ? എടാ 108 ഇതിലുണ്ടോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 108 എന്ന് പറയുന്ന സാധനം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. 108 പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ? 108നെ 9 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 10, 9, 90, 11 ആകുമ്പോൾ 99, 12 ആകുമ്പോൾ 108, 12. ഇതിനർത്ഥം എന്താ? ഈ സമാന്തര ശ്രേണിയിലെ 12ാമത്തെ പദമാണ് അല്ലെങ്കിൽ 11ാമത്തെ പദമാണ് എന്ത്? 108. നമുക്ക് അത്രയൊന്നും ചോദിച്ചിട്ടില്ല. ഇതിന് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ? ആകും. കാരണം എന്താ? ഇത് പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ 108 എന്നുള്ളത് പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണ്. എത്രയാണ്? 12ാമത്തെ ഗുണിതമാണ്. ക്ലിയർ ആണല്ലോ? അതായത് 12 കിട്ടി, നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടി. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം ഈ സംഖ്യ പൊതുവ്യത്യാസത്തിന്റെ കോമൺ ഡിഫറൻസിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 108 ഇതിലുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ സീക്വൻസിന്റെ 15ാമത്തെ പദം കാണാനാണ്. 15ാമത്തെ പദം. എടാ 15ാമത്തെ പദം നമുക്കൊന്ന് കാണാം. 15ാമത്തെ പദം എന്താ? 15ാമത്തെ പദം കാണാനുള്ള ഇക്വേഷൻ മക്കളൊന്ന് പറഞ്ഞേ. x15 is equal to x1ന്റെ കൂടെ എത്ര കൂട്ടണം? 14d കൂട്ടണം. x1ന്റെ കൂടെ 14 പൊതുവ്യത്യാസം. x1 എത്രയാണ്? 14. x1 എത്രയാണ്? 14 പ്ലസ് 14 ഇൻറ്റു 9. എടാ 14 പ്ലസ് 14 ഇൻറ്റു 9. 9 തവണ 14 കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു തവണ കൂടി 14. 10 തവണ 14 കൂട്ടണം എന്നേ അർത്ഥമുള്ളൂ. അതായത് 140ന്റെ എഫക്റ്റ് വരും. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. 14 പ്ലസ് 14 ഇൻറ്റു 9. 10 ഇൻറ്റു 9 90 ആണ്. 4 ഇൻറ്റു 9 36 ആണ്. 90, 36 എത്രയാണ്? 126 ആണ്.
126 10 136 4 140 ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മനക്കണക്കായിട്ട് ഒറ്റയടിക്ക് ചെയ്യാം. കാരണം എന്താ, 9 തവണ 14 പ്ലസ് 1 തവണ 14, അതായത് 10 തവണ 14. 10 × 14 എത്രയാണ്? 140. സിമ്പിൾ ആയിട്ട് കിട്ടും. 15ാമത്തെ പദം എത്ര കിട്ടി? 140 കിട്ടി. മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 203? ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 203? നമുക്കൊന്ന് ചെയ്തു നോക്കാം. n എത്രാമത്തത് എന്ന് കാണാനാണ്. അതിന് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിക്കണം. n സമം xn മൈനസ് x1 ബൈ d പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു xn എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശോധിക്കുന്ന ആ പദം അതെത്രയാ? 230 മൈനസ് ആദ്യ പദം എത്രയാണ്? 14 ബൈ പൊതുവ്യത്യാസം എത്രയാണ്? 9 പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 230 നിന്നും 14 കുറക്കണം. 230 ആദ്യം 10 കുറക്ക് 220, പിന്നെ ഒരു 4 കുറക്ക് എത്രയാണ്? 216 ബൈ 9 പ്ലസ് 1. 216 എത്ര 9 ഉണ്ട്? 216 എത്ര 9 ഉണ്ട്? 10 9 90 20 9 180 180 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി എത്രയുള്ളത്? 180 കഴിഞ്ഞാൽ പിന്നെ ഒരു 20 16 36 4. അപ്പൊ 24 കിട്ടും. 24 പ്ലസ് 1 എത്രയാണ്? 25. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 230 ഉണ്ട്. എത്രാമത്തെ പദമായിരിക്കും? 25ാമത്തെ പദം. അതായത് 230 ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ ആണല്ലോ? ഈ 230 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദമായിരിക്കും. അപ്പൊ ഇതാണോ പദമാണോ? യെസ്. എത്രാമത്തത്? 25ാമത്തെ പദമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ടൈപ്പ്, വ്യത്യസ്ത ടൈപ്പ് എക്സാമിന് കഴിഞ്ഞ 2 വർഷങ്ങളിലായി എക്സാമിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം എഴുതി പഠിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.